കൺസർവേറ്റീവ് പാർട്ടി നയം മാറ്റുകയാണ്. ആ നയപ്രഖ്യാപനം അവരാദ്യം നടത്തിയത് കുടിയേറ്റ നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ അപകടകരമാണ്, ഞെട്ടിക്കുന്നതാണ്. അതിലെ ആദ്യത്തെ നിർദ്ദേശം, നിങ്ങൾ UK-യിൽ നിയമപരമായി എത്തി, വർക്ക് പെർമിറ്റിലൂടെ എത്തി, ആ വർക്ക് പെർമിറ്റിലൂടെ എത്തിയാലും നിങ്ങൾക്ക് PR അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസ് കിട്ടാൻ കാലതാമസം ഉണ്ടാകുമെന്നതാണ്. ഇപ്പോൾ UK-യിൽ എത്തുന്ന ഒരാൾ 5 വർഷം UK-യിൽ നിയമപരമായി ജോലി ചെയ്താൽ 5ാം വർഷം PR-ന് അപേക്ഷിക്കാം, അതായത് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാം. അവർക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിസ എക്സ്റ്റൻഷൻ ഇല്ല, എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടും. മാത്രമല്ല അവർക്ക് ബെനഫിറ്റുകൾ, സോഷ്യൽ ഹൗസിംഗ് അടക്കമുള്ള ബെനഫിറ്റുകൾ ക്ലെയിം ചെയ്യാം. ഈ 5 വർഷം കാലാവധി 10 വർഷമായി നീട്ടുകയാണെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രഖ്യാപനം. അതായത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിലെത്തിയാൽ, ഒരാൾ UK-യിൽ വർക്ക് പെർമിറ്റിൽ എത്തിയാൽ 10 വർഷം കാത്തിരുന്നാൽ മാത്രമേ PR കിട്ടൂ. അതിനൊരു അപകടമുണ്ട്. ഒന്ന്, ഇത് വളരെ ചെലവേറിയ ഒരു ഏർപ്പാടാണ് വിസ പ്രോസസിംഗ് എന്ന് പറയുന്നത്. വിസയുടെ അപേക്ഷാ ഫീസ് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ 1000 പൗണ്ടിലധികം ഒരു വർഷത്തേക്ക് NHS സർചാർജ് കൊടുക്കണം. അതായത് 5 വർഷം PR കിട്ടുന്നത് വരെ അവർ 5000 പൗണ്ട്, 5 ലക്ഷത്തിലധികം രൂപയാണ് NHS ചികിത്സാ ചെലവ് മാത്രം കൊടുക്കണം. കൂടാതെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 2 തവണയെങ്കിലും വേണം PR-ന് മുമ്പ് വിസ എക്സ്റ്റൻഷന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുക്കണം. ഇത് 10 വർഷമാക്കുമ്പോൾ വിസ എക്സ്റ്റൻഷൻ വീണ്ടും 2 വർഷം ആവേണ്ടി വരും. മാത്രമല്ല ഈ സമയത്തെല്ലാം വർഷം തോറും NHS സർചാർജ് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1030 പൗണ്ടും കണ്ടാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കേണ്ടി വരും. അങ്ങനെ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. ഒരു ബെനഫിറ്റും ക്ലെയിം ചെയ്യാൻ കഴിയാതെ വരും. ജോലി ചെയ്താൽ പണം കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ജോലി ചെയ്ത ആളുകൾ മടുത്തു പോകും.